അപ്പൊ ഇന്ന് മെയ് 6. അപ്പൊ കേരളത്തിലൊന്നും ഒരു റെസ്റ്റോറൻറ്റും ഇല്ല. അതുകൊണ്ട് നമ്മൾ നേരെ കേരളം വിടാൻ പോവുകയാണ്. ഓക്കെ, ട്രിപ്പിനുണ്ടാവുന്ന രാവിലെ തന്നെ കുളിച്ച് എണീച്ച് മേക്കപ്പ് ചെയ്തിട്ട് ഇറങ്ങുമ്പോണ്ട് പറയുന്നു വീഡിയോ. നമ്മള് വീഡിയോന്റെ സ്ഥലത്ത് എത്തിയിട്ടോ ഏകദേശം ഇതന്നെ വീഡിയോ സ്ഥലം ഇതന്നെയാ. ഹലോ മിസ്റ്റർ, സമയം എത്രയെന്നറിയാം? 1:15. ഞാൻ പോയിട്ടാ. ഞാൻ ഇനി സോളോ ട്രിപ്പ് അടിക്കാൻ പോവാ. അല്ലാണ്ട് ഇന്നെ കാത്തുനിന്നിട്ട് എന്ത് കണ്ട്? ഇപ്പൊ ഞാനാ കറക്റ്റ് ടൈമിന് ചെയ്യുന്നത്. ഇവിടെ മറ്റേ കൊറിയന്റെ സൺസ്ക്രീൻ, സെറം, മോയ്സ്ചറൈസർ. സാധാരണ ഗേൾസ് ആണ് കുറച്ചുകൂടെ ബ്യൂട്ടി കോൺഷ്യസ്, പക്ഷെ ഇവിടെ നേരെ ഓപ്പോസിറ്റ്. അങ്ങനെ നമ്മ പോവാണ്. വീഡിയോ കഴിഞ്ഞിട്ട് 1 മണിക്ക് കറക്റ്റ് ഇറങ്ങുന്ന പറഞ്ഞ ആള്. അങ്ങനെ നമ്മള് പമ്പിലെത്തി. പെട്രോൾ അടിക്കണം, ഡീസൽ അടിക്കണം. ഡീസൽ അടിച്ചാൽ മതി. അപ്പം നമ്മളിതാ കുറുക്കിൽ പോവാനായിട്ട് എണ്ണടിക്കാൻ കയറിയിട്ടുണ്ട്. എണ്ണ പൈസ കൊടുക്കുക. ഇങ്ങനത്തെ ഭാര്യയിലുണ്ടാകുമ്പോ എന്ത് ഭാഗ്യാന്നല്ലേ. ഇങ്ങനത്തെ ഭാര്യനെ വേണ്ട. ഇവരെന്തപ്പോ ഒന്ന് സമയം അല്ലെങ്കിൽ നമ്മളെ ലേറ്റ് ചെയ്യും. ഇനിയിപ്പൊ അതിന്റെ കൂടെ ഇത് ഇടുന്നു ലേറ്റ് കോപ്പ്. ലേറ്റ് ആയതാ ആക്കിയതാ. ഇവിടെ വീഡിയോ എടുക്കാണ്ട് വരാൻ പറ്റുവാ? ഇവിടെ എത്രയാണ് ഫ്യൂലിന്? 95 ഉറുപ്പ കേട്ടാ. കർണാടകയിൽ എത്തിയിട്ട് നമുക്ക് എത്രയാ നോക്കാൻ. അപ്പൊ ഇന്ന് മെയ് 6. അപ്പൊ കേരളത്തിലൊന്നും ഒരു റെസ്റ്റോറൻറ്റും ഇല്ല. അതുകൊണ്ട് നമ്മൾ നേരെ കേരളം വിടാൻ പോവുകയാണ്. ഓക്കെ, വല്ല പെട്രോൾ പമ്പോ എന്തെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് ക്ഷമിക്കാം. പക്ഷെ റെസ്റ്റോറൻറ്റ് ഇല്ലാണ്ട് കുറച്ച് പാടാണ്. ഹർത്താൽ ദിവസം ആണെങ്കിലും നമുക്ക് റെസ്റ്റോറൻ്റ് എല്ലാം ഒരു വൈകുന്നേരം ആകുമ്പോൾ തുറക്കും. പക്ഷെ ഇന്ന് വൈകുന്നേരം നമുക്കൊരു ഹോട്ടലിൽ കയറിയിട്ട് ഒരു അൽഫാം കഴിക്കണം തോന്നിയാൽ പറ്റില്ലല്ലോ. ഒരു നേരം പോലും ഹോട്ടൽ ഫുഡ് ഇല്ലാണ്ട് അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഒരു നേരം എന്തെങ്കിലും ഒരു ഹോട്ടൽ ഫുഡ് ഇല്ലാണ്ട് ഇതിന് പറ്റൂല. അതുകൊണ്ട് നമുക്ക് ഇന്ന് നേരെ കർണാടകയിലേക്ക് പിടിക്കാം. ഓക്കെ, പിന്നെ അവിടെ എത്തിയിട്ട് കാണാം. ബൈ. വീട്ടിൽ നിന്ന് ലേറ്റ് ആയതുകൊണ്ട് സൺസ്ക്രീൻ ഇടാൻ പറ്റിയിട്ട് അതുകൊണ്ട് ഇതാ സൺസ്ക്രീൻ ഇടാണ്. പിന്നെ നമ്മൾ UV ഡോക്സിന്റെ സൺസ്ക്രീൻ ടിൻറ്റഡ് ആയി. ഇപ്പം നൈസ് ഉണ്ട്. നമ്മൾ ഇതിലൂടെ പോകുന്ന തളിപ്പറമ്പ് വഴിയല്ല കേട്ടാ. നമ്മള് നീലേശ്വരം വഴിയല്ലേ? ഏതോ വഴി, കാഞ്ഞങ്ങാട് പെരിയ വഴി. നോക്കാം. അതെയാ, നമ്മള് ബ്ലോക്ക് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോവാൻ വേണ്ടിട്ട് കാഞ്ഞങ്ങാട് വഴിയില്ല. തളിപ്പറമ്പ് വഴിയല്ലേ പോലെ. ഞാൻ ആദ്യമായിട്ടാ കേട്ടാ പോകുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ പറഞ്ഞു. പിന്നെ ഒരു കാര്യം, ഈ ട്രിപ്പിൽ നമ്മൾ അടി ഉണ്ടാക്കോ ഇല്ല നോക്കാം. ചാലഞ്ച് ആയിട്ടാ. ഓക്കെ, നമ്മൾ ഇതേപോലെ ഒരു ഗോവയിലൊരു ട്രിപ്പ് പോയിനി. ദുരന്തം ട്രിപ്പായിരുന്നു. ദുരന്തം ട്രിപ്പ് അടി കൂടിയിട്ട് ഒരു നേരം വേണ്ടിയിട്ടില്ല. നമ്മള് മിണ്ടിട്ടില്ല ഒരു ദിവസം ഫുള്ള് മിണ്ടാണ്ടെന്ന്. അവിടെ സമാധാനം ഉണ്ടായിനി. എന്നെ കാണിക്കും. ഒരു സൺസ്ക്രീൻ ഒന്ന് കാണും. ആരാടാ തള്ളിസ്റ്റ്? നീ പോടാ. ഹലോ ഗൈസ്, ഇതൊക്കെ എന്റെ ഫോണിലാട്ടോ ഷൂട്ട് ചെയ്യുന്നത്. ഇവന്റെ ലോക്കൽ ഫോണിലല്ല, എന്റെ പുതിയ ഫോണല്ലേ. എല്ലാരും അറിയട്ടെ എനിക്ക് പുതിയ ഫോണില്ലേ. നമ്മളെങ്ങനെ കാട്ടില് കേറി. ഇത് നമ്മളെ നാടാ അല്ല അവരതാ? കർണാടക ആയെന്ന് തോന്നിട്ടാ. പോലീസുകാരെയൊന്നും കണ്ടിട്ടില്ല. പക്ഷെ അതെയാ, ആനയെല്ലാം പോകുന്ന സ്ഥലാണേ. സ്ലോയില് പോണം. എടാ, നിനക്ക് കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ ഒന്നോട് ഓർമ്മിപ്പിച്ച. കണ്ടാ നല്ല രസമുണ്ട്. കണ്ടോ, എനിക്ക്
അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഭയങ്കര ഇഷ്ടം. അതിന് അവര് തുള്ളണം. ഞാൻ എന്റെ കാര്യം പറഞ്ഞില്ല, എനിക്ക് എന്താണ് ഇങ്ങനത്തെ സ്വഭാവമാണ്. ഇനി എങ്ങനെ അടിയില്ലാണ്ടിക്കല്. ഭർത്താക്കന്മാരെല്ലാം ആദ്യം നന്നാവണം. ഫേമസ് അമ്പലം ഉണ്ടംപൊരി തള്ളു തുടങ്ങി. തള്ളു കേട്ടോ, ലൈവ് തള്ളു. അമ്പലം ഇതാ ഫേമസ് അമ്പലാണല്ലോ. പേര് പറയോ എന്നാല്? ആ കണ്ട, തള്ളു 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 മരണ തള്ളു. എങ്ങനെ പറ്റുന്നു ബ്രാൻ? ഇതിന് കോച്ചിങ്ങിനാറ്റം പോകുന്നുണ്ടാ? കോച്ചിങ്ങിനാറ്റം പോകുന്നുണ്ട് ഈ തള്ളാൻ. ഇങ്ങനെ മരണ തള്ളാണ്. എന്തെന്ന് വേണ്ട, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇടയ്ക്ക് ഞാൻ വിശ്വസിക്കും, എന്നിട്ട് കൊറേ കഴിയുമ്പോ എനിക്ക് മനസ്സിലാവല് ഇതൊക്കെ തള്ളാണ്, തള്ളിയതാണ്. അങ്ങനെ വീണുപോയതാ ഞാന്. ഇല്ലെങ്കിൽ ഞാൻ നല്ല ഏതെങ്കിലും ചെക്കനെയും കെട്ടിട്ട് പോട്ടെ. ഓ നിന്റെ കോറോൺ റോഡ്. നമ്മൾ കരിമ്പ് ജ്യൂസ്, ഫ്രഷ് ഷുഗർ കെയിൻ ജ്യൂസ്. ഒട്ടത്തരത്തിൽ കുറച്ച് തലയില് ബുദ്ധിയിലില്ല ആരെങ്കിലും കിട്ടിയാ മതിയായിരുന്നു. സത്യം, മെച്യൂരിറ്റിയും ഇല്ല, ബുദ്ധിയും ഇല്ല, എല്ലാം കൂടെ ഒന്നിച്ചെങ്ങനെ ഈശ്വരക്ക് കിട്ടീന് ഇങ്ങനെ ഒരാളാ. എന്റെ കർമ്മദോഷം, എന്റെ കഴിഞ്ഞ ജന്മത്തെ കർമ്മദോഷം ഇപ്പൊ തീർക്കുന്നുണ്ട്. ഞാൻ ഓടിക്കണോ? ആരെങ്കിലും ഉണ്ടോ എന്നെ പോലെ ലൈസൻസും കൊണ്ട് വണ്ടി ഓടിക്കാൻ അറിയാതെ? അനക്ക് ഓടിക്കാനല്ല അറിയാൻ പോതെ. പിന്നെ കാലെല്ലാം മേനിക്കുന്നോട് ഞാൻ പിന്നെ മുട്ടതാണ് ചീറ് കേസ്. കൊറേ ജീപ്പെല്ലാം ഉണ്ട്, ഇതിലൂടെ ജീപ്പിലൂടെ എല്ലാം പോകട്ടെ. നൈസ് വ്യൂ. വാവ്, നൈസ് നൈസ് നൈസ്. ലുക്ക് അറ്റ് മീ, സൺ കിസ്. നമ്മളങ്ങനെ കൂർഗിലെത്തി. അങ്ങനെ നമ്മള് കൂർഗിലെത്തി. കൃത്യം 3 മണിക്കൂറുണ്ടായിരുന്നു എത്തിന്. കൂർഗ് പറയാൻ പറ്റില്ല, മടിക്കേരി കൂർഗും പറയില്ല. റെസ്റ്റോറന്റിൽ കയറി പറഞ്ഞാൽ അതിന് വേണ്ടിയില്ല, ഫുഡ് കഴിക്കാനല്ല. പോയൊരു സ്ഥലത്ത് നേരെ ഇങ്ങോട്ട് കേറി വാഷ്റൂം പോയി സമാധാനായി. ഇപ്പൊ ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കാൻ കറങ്ങാനാവില്ലല്ലോ, അങ്ങനെ കഴിക്കാന്ന് വിചാരിച്ച്. നല്ല വെയില്. ഇപ്പൊ നമ്മളിതാ ഷവർമ കിട്ടാത്തോണ്ട് ഇവിടുന്ന് പോലെ ഏതെങ്കിലും ഒരു നല്ല ടൂറിസ്റ്റ് പ്ലേസ് കണ്ടുപിടിക്കണം, അങ്ങോട്ട് പോകണം. സത്യത്തിൽ ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് വന്നതാണ്. നമ്മളങ്ങനെ എത്തിയിരിക്കുന്നു. ഇവിടെ ഒരു അമ്പലമുണ്ട്. സത്യം പറഞ്ഞാല് നമ്മളെ പയ്യനിടുന്ന് പിന്നെ യാത്ര ചെയ്തിനൊന്നും തോന്നുന്നില്ല. ജസ്റ്റ് ഒരു കണ്ണൂർ പോയ ഒരു ഫീല്. പിന്നെ അങ്ങനെയല്ല, ഡിസ്റ്റൻസ് വേഗത്തിന്. പിന്നെ എന്താണ് പെരിയ കഴിഞ്ഞാൽ സത്യം പറഞ്ഞാല് വണ്ടിയേ ഇല്ല റോട്ടും മലി. നല്ല റോഡും അതുകൊണ്ട് വേഗത്തിന്. തളിപ്പറമ്പിലാണ് കുറച്ചും കൂടി പണിയാവുന്നു. അപ്പൊ ബെറ്റർ ഇതുവഴി വരുന്നത് നമുക്ക് ബെറ്റർ. അപ്പൊ നമ്മളിത് സ്ഥലത്തെത്തി. ഇപ്പൊ ഇവിടെ നമ്മളെ ഫസ്റ്റ് സ്ഥലത്ത് എത്തിയിട്ട് അപ്പത്തേക്ക് ഒരാൾക്ക് തിന്നാൻ മുട്ടി. എന്നാ കൊണ്ട് വാങ്ങിയ തിന്നാൻ മണിക്കുവാ. മോമോസ് ഉണ്ട്. അപ്പൊ വന്നാട് ഇതാ ഒരാള് തീറ്റ തുടങ്ങി. നാണിങ്ങനെ പോണം. നോക്കാം. അപ്പൊ ഇവിടെയാ നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. ടിക്കറ്റ് എടുക്കാം. എത്രയാന്നറിയില്ല. 20 രൂപ ഒരാൾക്ക്.
അപ്പൊ എൻട്രീന്റെ ടിക്കറ്റ് ഒക്കെ എടുത്ത് 20 രൂപ ഒരാൾക്ക് വരുന്നത്. പക്ഷെ ഫുഡ് ഇവള് കഴിച്ചാൽ കഴിച്ചാലേ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റും. ഭാഗ്യ വർഷം മണിക്കാതെ. അപ്പൊ നമ്മള് ഗാർഡൻ എന്തൊരു ഗാർഡൻ പേര് കറക്റ്റ് ഓർമ്മയില്ല. എന്തൊക്കെ ആക്ടിവിറ്റീസ് ആരോ സിപ്ലൈൻ പക്ഷെ കുഞ്ഞു സിപ്ലൈൻ ആവും. ഇതെല്ലാം ഇവിടെയല്ലേ? അതങ്ങതാടാ പൊട്ട, ഇത് കുഞ്ഞാളതാ. കുഞ്ഞോളെ ഗാർഡൻ അത്യാവശ്യം കൊള്ളാം, രസമൊക്കെ ഉണ്ട് കാണാൻ. ഇവിടുന്നില്ലേ വ്യൂ ആണ് മെയിൻ അട്രാക്ഷൻ. വെറും ഗാർഡൻ മാത്രല്ല, ഇവിടെ നല്ല വ്യൂ പോയിന്റ് കൂടെയാണ് കേട്ടോ. ഇവിടെ നല്ല ഫോട്ടോ എടുക്കാം. ഡ്രോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നൈസ് വീഡിയോ എടുക്കായിരുന്നു. പക്ഷെ വണ്ടി ലൈഫ് മറന്നു. ഇങ്ങോട്ടാ വ്യൂ. വാ, ഒന്നും കാണുന്നില്ല അല്ലെങ്കിൽ നല്ല വ്യൂ ഉണ്ട്. പക്ഷെ നല്ല വ്യൂ. അപ്പം ആ ഒരു വ്യൂ പോയിന്റ് നമ്മളിതാ ഈ ഒരു വ്യൂ പോയിന്റിലേക്ക് വന്നു. ഇടാ അവിടെ ഇരുന്ന ഞാൻ വേണമെങ്കിൽ നമുക്ക് ഇരിക്കാം. നല്ല രസമുണ്ട്, മറ്റേനെക്കാട്ടി നല്ല സുഖമുണ്ട്. ആടെ മൊത്തം വെയിലാണ്. ഇവിടെ കുറച്ച് തണല് കാര്യങ്ങളൊക്കെ ഉണ്ട്. നൈസ് സ്ഥലം, ഇഷ്ടപ്പെട്ടു. ഇതിനെക്കാട്ടി ബെറ്റർ ചെമ്പരത്തിയായിരുന്നു. അപ്പൊ നിനക്ക് ചേരും. എന്താണ് ഇവിടുന്ന് ഫ്ലവർ പൊട്ടിച്ചായിട്ട് എനിക്ക് തോന്നുന്നു മിക്കവാറും പിടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എല്ലായിടത്തും CCTV ഉണ്ട്. വീടിലെ ഫ്ലവറാണ് പൊട്ടിച്ചത്. നമ്മള് ഇങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി. എവിടെയാ? അയ്യോ ക്ലോസ് ആയാ? അയ്യോ ക്ലോസ് ആയി. ശശിയായി ഗൈസ്, ശശിയായി. 6 മണിയായിപ്പോയി. ജസ്റ്റ് ക്ലോസ്. ഇപ്പൊ നമ്മളെ മുന്നിന്ന് അങ്ങ് ഗേറ്റ് അടച്ചു. പ്രത്യേകിച്ചൊന്നുമില്ല, ഇങ്ങനെ ഒരു ചർച്ച്, ഫോർട്ട് അങ്ങനെയെല്ലാം. നമ്മൾ പാനിപ്പൂരി കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് പാനിപ്പൂരി? മിക്സറിലിട്ടോ പാനിപ്പൂരി? ഇങ്ങനത്തെ പാനിപ്പൂരി തക്കാളി ഇട്ടോണ്ടാ? ഞാനൊരു വെറുതെ ഒരു ഫ്രൈഡ് റൈസ് കൊണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊരു പാനിപ്പൂരി ടേസ്റ്റ് ഉണ്ടെങ്കിലും നമ്മളെ എഗ് ഫ്രൈഡ് റൈസ് കുഴപ്പമില്ല പറയാം. അങ്ങനെ നമ്മൾ റൂം എടുക്കാൻ പോവാണ്. ഇവിടെ നമ്മ നോക്കീനി വേറെ എടുക്കണോന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പിന്നെ വിചാരിച്ചു ഇതന്നെ മതി, ഇനിയിപ്പോ വേറെ നോക്കണ്ടെന്ന് വിചാരിച്ചു. ഇവിടെ പൂളില്ല, ഇനി പൂള് കാണും പോലും. ഓക്കെ, കൂർഗ് പാലസ് ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. കുഴപ്പമില്ല, നല്ല റൂംസിലാണ്. അയ്യോ, അപ്പം ഇതാണ് നമ്മളെ റൂം. ബാത്റൂമെല്ലാം അത്യാവശ്യം നല്ല നീറ്റുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ബെഡ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇതാ നല്ല വ്യൂ ഉണ്ട്, നല്ല കാറ്റും ഉണ്ട്. റൂമൊക്കെ എടുത്തതിന് ശേഷം നമ്മളിതാ നേരെ ഫുഡ് കഴിക്കാൻ വന്നു. എവിടെ? KFCയില്. ഹെവി റഷാട്ടാ. നമ്മള് റൂമിൽ നേരെ ഫുഡ് കഴിക്കാൻ നേരെ മടിക്കൽ ടൗണിലേക്ക് ഇറങ്ങിയാൽ നേരെ KFCയിലേക്ക് ഒന്നും മാറി. അങ്ങനെ ഒന്നും കണ്ടില്ല. ബാക്കി എല്ലായിടത്തും കയറാൻ ഒരു മടി. ചിലപ്പോ അതിന്റെ ഫുഡ് ഫ്ലോപ്പ് ആണെങ്കിലോ മാളെന്നൊന്നും പറയാൻ പറ്റില്ല. ഷോപ്പിംഗ് കോംപ്ലക്സ്. പിന്നെ നമ്മൾ ലൈറ്റായിട്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. മൈൻഡ് ആക്കുന്നില്ല, ഫുഡ് കിട്ടിയോണ്ട് ഒരു മൈൻഡും ഇല്ല. അങ്ങനെ നമ്മൾ ലൈറ്റായിട്ട് ഒന്ന് KFC ഓർഡർ ചെയ്തിട്ടുണ്ട്. ഹലോ, ഫുഡ് കിട്ടിയോണ്ടാ ഒരു മൈൻഡും ഇല്ല. ബർഗർ ഓപ്പൺ ആക്കിയിട്ട, ഞാൻ ബർഗറാ വാങ്ങി. ഓ അപ്പം ഇനി
ഫുഡ് കഴിഞ്ഞിട്ട് നേരെ റൂമിൽ പോയി കടന്നുറങ്ങല്. മറ്റേ രാവിലെ എനിക്ക് ബീഫോൾ അതിനുശേഷം നമ്മളെ ഗോൾഡൻ ടെമ്പിൾ പിന്നെ പറ്റുമെങ്കിൽ എലിഫന്റ് എന്താ ഡിഫറെന്റ് സംഭവം ഉണ്ട് ആടാ. പിന്നെ ബാക്കി അത്രയിലും എങ്ങനെ ആദ്യം വ്ളോഗിങ് കംപ്ലീറ്റ് ആക്കി ഇല്ലെങ്കിൽ പകുതി എടുക്കും മതിയാക്കലാണ്. അപ്പൊ നമ്മള് KFC ഫുഡ് കഴിച്ചിട്ട് നേരെ അതിന്റെ താഴേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഫുഡ് സ്പോട്ടൊക്കെ ഉണ്ട്. ഐ മീൻ ചെറിയ ചെറിയ ഇവിടെ നമ്മൾ എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് ഒന്നുകൂടി കഴിക്കാൻ കഴിച്ചു. ഒരു അവിൽ മിൽക്ക് ഇവിടുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കിയിട്ട് കഴിക്കാം. നമ്മളിതാ ഇവിടുന്ന് ഒരു ബൂസ്റ്റ് അവിൽ മിൽക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതാ അവിൽ മിൽക്ക് തൊട പോലും ചെയ്യാത്തതാണ് ഇവൻ. എന്റെ പരം കൂടിയതിനു ശേഷം ഇപ്പൊ ഡെയിലി അവിൽ മിൽക്ക് തന്നെ. ഡെയിലി അവിൽ മിൽക്ക് ഒന്നുമില്ല, എന്നാലും കുടിക്കലില്ലേ നീ? എപ്പവും കുടിക്കലുണ്ട്. പക്ഷെ ഞാനിപ്പൊ കുടിക്കാണ്ട് പോയി. അവിൽ മിൽക്കിന്റെ അടുത്ത് നമ്മൾ വീണ്ടും ഇതാ ഒരു ഫുഡ് സ്പോട്ടിലേക്ക് എത്തി. ഇവിടെ നിന്ന് ഒരു ഫ്രൈഡ് റൈസ് ഓർഡർ പാർസല പറഞ്ഞ് ഒരാൾ ആക്കുന്നില്ല നോക്കുന്നുണ്ട്. ഭയങ്കര വൃത്തിക്കാരിയാണ്, കുറച്ച് ഓവറാണ്. പക്ഷെ പാനിപ്പൂരിന്റെ കടയിൽ പോയാൽ ഈ വൃത്തി ഇതൊന്നും കാണൂല. പാർസൽ മേടിച്ചിട്ട് ഇതൊരു ബേക്കറി കയറിയിട്ടുണ്ട്. ഈ കേക്ക് എന്റെ ഫേവറേറ്റ് ആണ്. അതുകൊണ്ട് ഇത് ഇവിടെ വന്നാലേ കിട്ടും. കർണാടകയിലൊക്കെ വന്നാല് 30-25 റുപ്യല്ലേ കേട്ടോ ഈ ഒരു പീസ്. ഡീസല് നമ്മളിവിടെ ഇതിനെക്കാട്ടി 4 റുപ്യ എടുത്താ 91 നമ്മുടെ അടുത്ത് എത്ര 95 അല്ലേ. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലെത്തി. എന്നെ ഉറങ്ങിയിട്ട് രാവിലെ എണീക്കണം. ഇന്ന് വെട്ടി വിഴുങ്ങി തിന്നിട്ട് ഇതാ വീണ്ടും ഇതാ ഇവിടെ വന്നിട്ട് തിന്നാണ്. പോരാണ്ട് ഇതാ 2 കേക്കും വാങ്ങിനി.